നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത് ഒരു ബിസിനസ്സിൽ നമ്മളൊരു എൻ്റർപ്രണർ ആവണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ല് ഏത് സ്കില്ലാണ് നമുക്ക് വേണ്ടത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ല് സെയിൽ സ്കില്ലാണ്. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിലും വേറൊരാൾ അറിയണ്ടേ? വേറൊരാൾ അറിഞ്ഞാലേ ബിസിനസ് കിട്ടുള്ളൂ. വേറൊരാളേക്ക് അറിയിക്കുക, വേറൊരാളോട് അത് കൺവിൻസ് ചെയ്യുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാം. നമ്മുടെ നാട്ടിലുള്ളവർക്ക് പൊതുവേ സെയിൽസ് ഏതാണ്ട് കുറഞ്ഞ ജോലിയാണെന്ന് ഇങ്ങനെയൊക്കെ തെറ്റായ ധാരണകളുണ്ട്. ഏറ്റവും അഭിമാനത്തോടെ ചെയ്യേണ്ട ഒരു ജോലിയാണ് സെയിൽസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വലിയ ബിസിനസ്സുകാരൊക്കെ വലിയ ലെവലിൽ കോടികൾ, അതുപോലെ ആ ലെവലിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവരുടെ അടുത്ത ജനറേഷനെ ഗ്രൂം ചെയ്തുകൊണ്ട് വരാൻ അവരെന്താ ചെയ്യുന്നതെന്നറിയോ? സ്വന്തം കമ്പനിയിലോ അല്ലെങ്കിൽ വേറൊരു കമ്പനിയിലോ കസ്റ്റമർ കെയറിലാണ് അവർ ആദ്യം ഇരുത്തുന്നത്. തെറി കേൾക്കുന്നിടത്ത് തന്നെയാണ് സ്വന്തം മക്കളെ അവരിരുത്തുന്നതെന്ന് പറയുമ്പം ഏകദേശം ഊഹിക്കാൻ പറ്റും. അതായത് മാർക്കറ്റ് പൾസ് കിട്ടണമെങ്കിൽ കസ്റ്റമർ ഉള്ളിടത്താണ് മാർക്കറ്റ് പൾസ് കിട്ടുകയുള്ളൂ. കസ്റ്റമേഴ്സ് എങ്ങനെ പറയുന്നു, നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റുന്നതാണോ, അല്ലെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നതാണോ, അല്ലെ മാർക്കറ്റ് ഫീഡ്ബാക്ക് കിട്ടണമെങ്കിൽ കസ്റ്റമറോട് നേരിട്ട് സംവദിക്കുന്ന സ്ഥലത്താണ് എപ്പോഴും അടുത്ത ജനറേഷൻ വളർത്തിക്കൊണ്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ എപ്പോഴും മക്കളെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടുത്തെ തന്നെ കേരളത്തിൽ തന്നെ ശീമാട്ടിയുടെ ബീന കണ്ണൻ അവരുടെ മോനെ ശീമാട്ടിയുടെ ചാർജ് ഏൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ആദ്യം ചെയ്തതെന്താണെന്നറിയോ? എറണാകുളത്ത് രാജശ്രീ മോട്ടോഴ്സിൻ്റെ സെയിൽസ് എംപ്ലോയി ആയിട്ട് അവിടെയാണ് അപ്പോയിൻറ്റ് ചെയ്തത്. സാധാരണ ഒരു എംപ്ലോയി വയ്ക്കുന്നില്ല. അല്ലാതെ ഞാൻ ശീമാട്ടിയിലെ ബീന കണ്ണൻ്റെ മകനാണെന്ന് പറഞ്ഞല്ല അദ്ദേഹം പരിചയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നു. അവിടെ വരുന്ന കസ്റ്റമറോട് വരുന്നവർക്ക് അറിയാമല്ല ബീന കണ്ണൻ്റെ ശീമാട്ടിയുടെ ഉടമസ്ഥനാണ് അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നുള്ളത് അറിയില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളൊരു സെയിൽസ് പ്രൊഫഷനാണ്. നമ്മളാദ്യം ഇഷ്ടപ്പെടണം. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരിക്കലും ഒരു ബിസിനസ്സിലും, ഈ ബിസിനസ്സിൽ നിന്നല്ല ഒരു ബിസിനസ്സിലും നമ്മൾ വിജയിക്കത്തില്ല. ആദ്യം നമുക്കത് മനുഷ്യനെ ഇഷ്ടപ്പെടുന്ന ഒരാളായി മാറണം. ആൾക്കാരോട് സംസാരിക്കാനായിട്ടും ആൾക്കാരോട് കൺവിൻസ് ചെയ്യാൻ നോ കേട്ടൊന്നും നമ്മൾ അഫക്റ്റ് ആവരുത്. അങ്ങനെയാണ് നമ്മൾ ഏതൊരു ബിസിനസ്സുകാരനായിട്ട് വിജയിക്കണമെങ്കിലും ഏറ്റവും അത്യാവശ്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യം വേറൊരാളോട് പറഞ്ഞു കൊടുക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യം വേറൊരാളെ പറഞ്ഞു കൊടുക്കുക, അവരെ കൺവിൻസ് ചെയ്യുക, അതാണ് ഫസ്റ്റ് ആവശ്യമുള്ള സ്കില്ല്. കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്നത് അമേരിക്ക പോലത്തെ രാജ്യങ്ങളിലൊക്കെ നമ്മളിതുപോലത്തെ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന ഒരു ബിസിനസ്സൊക്കെ തന്നെ ബിടെക്കോ എംടെക്കോ അല്ലെങ്കിൽ MBA കഴിഞ്ഞ ആൾക്കാർ നേരെ ഓഫീസിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്. ആ ആൾക്കാരെ അപ്രോച്ച് ചെയ്യുക, അവരുടെ ഒബ്ജക്ഷൻസ് ഹാൻഡിൽ ചെയ്യുക, അവർ വന്ന ആൾക്കാരെ മാനേജ് ചെയ്യുക, വന്ന ആൾക്കാരുടെ പ്രോപ്പറായിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. ചെറിയ കാര്യമല്ല. നമ്മളിത് കറക്റ്റായിട്ട് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ അറിയുന്ന ഒരാൾ ഓർഗനൈസേഷൻ ബിൽഡിംഗ് ആണ്. ഇതിനകത്ത് നമുക്ക് ഇഷ്ടംപോലെ ചലഞ്ചസും എൻജോയ്മെൻറ്റും സാധനങ്ങളും ഇഷ്ടംപോലെ ലേണിംഗ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ആസ്വദിക്കുന്ന ഒരാളായിട്ട് മാറണം. എപ്പോഴും നമ്മൾ കൂടുതൽ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായി മാറുക.